ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9 മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു ഈസി ടെക്നിക്കാണ്. 1 ഡിജിറ്റ് മുതൽ എത്ര വലിയ സംഖ്യയാണെങ്കിലും നമുക്ക് 9 മൾട്ടിപ്ലൈ ചെയ്ത് 2 സെക്കൻഡിനുള്ളിൽ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ച് തുടങ്ങാം. മറ്റു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനെ അപേക്ഷിച്ചിട്ട് 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ഇനി മുതൽ ആ ബുദ്ധിമുട്ട് വേണ്ട. വളരെ ഈസി ആയി തന്നെ 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് പഠിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 × 9, 2 × 9 മുതൽ 10 × 9 വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കാണാതെ പഠിക്കാതെ തന്നെ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ നിന്ന് താഴോട്ട് ആൻസറിൽ എഴുതുക. മുകളിൽ നിന്ന് താഴോട്ട് 0 മുതൽ 9 വരെ എഴുതുക. അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനി ചെയ്യേണ്ടത് താഴെ നിന്ന് മുകളിലോട്ട് 0 മുതൽ 9 വരെ എഴുതുക. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളായി. 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടി. 1 × 9 = 9, 2 × 9 = 18, 3 × 9 = 27. ഞങ്ങൾ ലാസ്റ്റ് 10 × 9 = 90 വരെ കിട്ടി. അപ്പം നമുക്കിത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻസറിൽ ആദ്യം 0 മുതൽ 9 വരെ താഴോട്ട് എഴുതുക. പിന്നെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് കിട്ടി. ദെൻ സെക്കൻഡ് ഡിജിറ്റ് കിട്ടാൻ വേണ്ടി താഴെ നിന്ന് മുകളിലോട്ട് 0 മുതൽ 9 വരെ എഴുതുക. അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഇനി നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മനഃപ്പാഠമാക്കുന്ന രീതി ഇനി മുതൽ വേണ്ട. ഇനിയിപ്പോൾ ഈ രീതിയിലും ചെയ്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഇതിലും ഈസി ആയിട്ടുള്ള വേറൊരു മെത്തേഡ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമുക്ക് വേണ്ടത് 4 × 9 ആണ് വിചാരിക്കുക. 4 × 9 കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 4ൻ്റെ തൊട്ട് ബാക്കിലുള്ള സംഖ്യ അത് 3 ആണ്. ദെൻ 3യോട് എത്ര ആഡ് ചെയ്താലാണ് 9 കിട്ടുക എന്ന് നോക്കാം. 3യോട് എത്ര ആഡ് ചെയ്താലാണ് 9 കിട്ടുക? 6. ഇതാണ് നമ്മുടെ ആൻസർ. സെയിം അല്ലേ? ഇനി നമുക്ക് 7 × 9 ആണ് നോക്കാം. 7 × 9 ആകുമ്പോൾ 7 തൊട്ട് മുന്നിലുള്ള സംഖ്യ ഏതാണ്? 6. ദെൻ 6നോട് എത്ര ആഡ് ചെയ്താലാണ് 9 കിട്ടുക നോക്കാം. എത്ര ആഡ് ചെയ്താലാണ് 9 കിട്ടുക? 3. ദെൻ 5 × 9. 5ന് തൊട്ട് പിന്നിലുള്ള സംഖ്യ 4. 4നോട് എത്ര ആഡ് ചെയ്താലാണ് 9 കിട്ടുക? 5. 8 × 9 നോക്കാം. 8ന് തൊട്ട് ബാക്കിലുള്ള സംഖ്യ 7. 7നോട് എത്ര ആഡ് ചെയ്താലാണ് 9 കിട്ടുക? 2. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇനി മുതൽ കാണാതെ പഠിക്കണ്ട. 9ൻ്റെ കേട്ടോ. 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇനി കാണാതെ പഠിക്കണ്ട. അതിന് പകരം ഈ ഒരു മെത്തേഡ് നോക്കാം. ഇപ്പോൾ ഈ മെത്തേഡും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അതിലും ഈസിയായ മെത്തേഡാണ് ഈ മെത്തേഡ്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. ഇത് 1 ഡിജിറ്റ് നമ്പർ ആയാൽ മാത്രം പോരാ. 2 ഡിജിറ്റോ 3 ഡിജിറ്റോ എത്ര വലിയ സംഖ്യയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കണം. ഇവിടെ 1 ഡിജിറ്റ് ആണെങ്കിൽ ഇവിടെയും 1 ഡിജിറ്റ് ആവണം. ഓക്കെ, ഇവിടെ 2 ഡിജിറ്റ് ആണെങ്കിൽ ഇവിടെ 2 9s ഉണ്ടാവണം. അങ്ങനെ ഒരു പ്രത്യേകത മാത്രമുണ്ട്. ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും ഡിജിറ്റ് 9സും അപ്പുറത്ത് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഈ രീതിയിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് വലിയ സംഖ്യകളൊക്കെ നോക്കാം. അപ്പം ഇനി നമുക്കൊരു 2 ഡിജിറ്റ് നമ്പർ എങ്ങനെയാണെന്ന് നോക്കാം. 2 ഡിജിറ്റ് നമ്പർ എടുക്കാം നമുക്ക്. 37 × 99. 2 ഡിജിറ്റ് നമ്പറാണ്. ഇതൊരു 2 ഡിജിറ്റ് നമ്പറാണ്. ഇവിടെ 2 9s ഉണ്ട്. അപ്പം നമുക്കിത് കണ്ടുപിടിക്കാൻ കഴിയും. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ 37ൻ്റെ തൊട്ട് പിന്നിലുള്ള സംഖ്യ. 37 തൊട്ട് പിന്നിലുള്ള സംഖ്യ 36 ആണ്. അത് നമ്മുടെ ആൻസറിലെ ഫസ്റ്റ് ഭാഗമായി 36. ഇനി നമുക്ക് അടുത്ത പാർട്ട് കിട്ടണം. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം? 3യോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക നോക്കാം.
3യോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 6. ദെൻ 6നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 3. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 3663 ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് സംഖ്യയുടെ തൊട്ട് ബാക്കിലുള്ള സംഖ്യ എഴുതുക. ആ സംഖ്യയിൽ ഫസ്റ്റ് സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യയോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക നോക്കുക. ദെൻ എന്നിട്ട് ആൻസറിൽ എഴുതുക. ദെൻ സെക്കൻഡ് നമ്പറിനോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക നോക്കുക. ലാസ്റ്റ് പ്ലേസിൽ എഴുതുക. നമുക്കൊരു സംഖ്യ കൂടി നോക്കാം. 89 ഇൻറ്റു 99. 89ൻ്റെ തൊട്ടു പിന്നിലുള്ള സംഖ്യ എത്രയാണ്? 88. ഈ 88ന് നമ്മുടെ ഫസ്റ്റ് പോർഷനായി. നമുക്ക് ബാക്കി കിട്ടാൻ ഈ 8നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക നോക്കുക. 8നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 1. ദെൻ നെക്സ്റ്റ് നമ്പർ വീണ്ടും 8 ആണ്. 8നോട് എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? 1. എൻ്റെ ആൻസർ 8811. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര വലിയ സംഖ്യ വേണമെങ്കിലും എടുക്കാം. നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ നോക്കാം. ഇവിടെ 3 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ 3 നയൻസും ഉണ്ടാവണം, എന്നാലും നമുക്ക് ഈ രീതിയിൽ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കാം. 123. 123യുടെ തൊട്ട് ബാക്കിലുള്ള സംഖ്യ ഏതാണ്? 122 അല്ലേ? ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിലെ ഓരോ സംഖ്യയോടും എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക എന്ന് നോക്കാം. ഫസ്റ്റ് 1 എടുക്കാം. 1നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 8. ഇപ്പോൾ അവിടെ എഴുതാം. ദെൻ 2നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 7. ദെൻ നെക്സ്റ്റ് നമ്പർ 2 ആണ്. 2നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 7. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് ഒരു 4 ഡിജിറ്റ് ആണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ നോക്കാം. 4686 എടുക്കാം. ഇൻറ്റു 999. 4 ഡിജിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 4686ൻ്റെ തൊട്ട് ബാക്കിലുള്ള സംഖ്യ എന്ന് പറയുന്നത് 4685 ആയിരിക്കും. ഇവിടെ ഒരു ചെറിയൊരു ഡോട്ട് ഇടുക, കാരണം നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. ഇത്രയും സംഖ്യകളോട് എത്ര കൂട്ടിയാലാണെന്നാണല്ലോ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് സംഖ്യ മാറാനായിട്ട് ഒരു ഡോട്ട് ഇടാം. അപ്പോൾ 4നോട് എത്ര കൂട്ടിയാലാണ് 8 കിട്ടുക? 4നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക എന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ 5. ദെൻ 6നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 6നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക എന്ന് നോക്കുക. 3. ദെൻ 8നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 1. ദെൻ ലാസ്റ്റ് നമ്പർ 5നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക നോക്കുക. 4. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? ഇനി നമുക്ക് കുറച്ചും കൂടി വലിയ സംഖ്യ നോക്കാം. ഒരു 5 ഡിജിറ്റൊക്കെ വന്നാൽ ഇത് ശരിയാവോ നോക്കാം. നമുക്കൊരു 5 ഡിജിറ്റ് നമ്പർ എടുക്കാം. 816 ഇൻറ്റു 59 ആണ്. ഇതൊക്കെ നമ്മൾ നോർമൽ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. പക്ഷെ ഇങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. ഇതിലൊന്നുമില്ല. 53816ന് തൊട്ട് ബാക്കിലുള്ള സംഖ്യ 53815 ആയിരിക്കും. ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൽ ഓരോ സംഖ്യയോട് എത്ര കൂട്ടിയാലായിരിക്കും 9 കിട്ടുക എന്നാണ്. അപ്പോൾ 5നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 4. 3യോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 6. 8നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 1. ദെൻ 1നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 8. ദെൻ ലാസ്റ്റ് നമ്പർ 5നോട് എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? 4. എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള സംഖ്യ ഇവിടെ ചെറിയൊരു ഡോട്ട് എന്തെങ്കിലും ഇട്ട് നോക്കിയാൽ മതി. വീണ്ടും നമുക്ക് ഈ സംഖ്യ മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ഇങ്ങനെ കണ്ടുപിടിക്കാം. വേറെ സംഖ്യ നോക്കാം. 36824. 5 ഡിജിറ്റ് തന്നെയാണ്. ഇതിൻ്റെ ആൻസറും ഇതേപോലെ തന്നെ 36824ൻ്റെ തൊട്ട് ബാക്കിലുള്ള നമ്പർ 36823 ആണ്. ഇനി ഇതിൽ ഓരോ സംഖ്യയോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക നോക്കുക. 3യോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 6. 6നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 3.
ദെൻ 8നോട് 1 കൂട്ടിയാൽ 9 കിട്ടും. ദെൻ 2നോട് 7 കൂട്ടിയാൽ 9 കിട്ടും. ദെൻ 3യോട് 6 കൂട്ടിയാൽ 9 കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം, വേറൊരു സംഖ്യ നോക്കാം. 32160. ഇതൊരു 5 ഡിജിറ്റ് നമ്പറാണ്. ഇത് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുക നോക്കാം. ഇവിടെ നിന്ന് നോക്കിയാൽ ഇതിന് തൊട്ട് മുന്നിലുള്ള സംഖ്യ കണ്ടുപിടിക്കണേ നമുക്കറിയാം. 32160 ആണ്. പിന്നെ തൊട്ട് മുമ്പിലുള്ള തൊട്ട് മുമ്പിലുള്ള സംഖ്യ എന്ന് പറയുന്നത് 32159 ആയിരിക്കും അല്ലേ? 59 ശേഷമല്ലേ 60 വരുന്നത്. 59 ശേഷമാണ് 60 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള സംഖ്യ എന്ന് പറയുന്നത് 32159 ആണ്. ഇനി മറ്റേ പോലെ തന്നെ ചെയ്യാം. 3യോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക നോക്കുക. എത്ര കൂട്ടിയാലാണ് 6. ദെൻ 2നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക നോക്കുക. 7. ദെൻ 1നോട് എത്ര 8 കൂട്ടിയാൽ 9 കിട്ടും. ദെൻ 5നോട് 4 കൂട്ടിയാൽ 9 കിട്ടും. ദെൻ ലാസ്റ്റ് നമ്പർ 9 ആണ്. 9നോട് എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 0. 9 + 0 അല്ലേ 0. അപ്പം ഇങ്ങനെ നമുക്ക് 5 ഡിജിറ്റ് വരെ ഞാനിപ്പോൾ കാണിച്ചു തന്നെ നിങ്ങൾക്ക്. ഇങ്ങനെ 5 ഡിജിറ്റോ 6 ഡിജിറ്റോ 7 ഡിജിറ്റോ എത്ര വലിയ സംഖ്യ ആണെങ്കിലും നമുക്കിതേപോലെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ എത്ര ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടോ അത്ര ഡിജിറ്റ് നയൻസ് ഇവിടെ ഉണ്ടാവണം. ഇവിടെ 5 ഡിജിറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ 5 നയൻസ് ഉണ്ടാവണം. അതാണ് ഇതിൻ്റെ ഒരേ ഒരു കണ്ടീഷൻ. ഇങ്ങനെ നമുക്ക് എത്ര വലിയ സംഖ്യയുടെയും ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. ഇനി പുതിയൊരു ടിപ്സ് ആൻഡ് ട്രിക്സുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.